ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് വളരെ ശക്തമായിട്ടുള്ള അതുപോലെ തന്നെ ആർജവമുള്ള ഒരു പ്രതികരണം കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നത്. അത് മറ്റാരുടേതല്ല, നമ്മുടെ സ്വന്തം ജഗദീഷ് ചേട്ടൻ്റെതാണ്. അപ്പോൾ ഞാൻ ജഗദീഷ് ചേട്ടന് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാണാത്തവർക്കായിട്ട് ഞാനൊരു സ്മോൾ പോർഷൻ ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് കണ്ടിട്ട് വരാം. ആദ്യമായി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള പ്രതികരണം വൈകിയതിന് ഞാൻ പൊതുസമൂഹത്തോട് ക്ഷമ ചോദിക്കുകയാണ്. കാരണം വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നു. അതിന് കാരണം എന്തായാലും അമ്മയുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട്. ആ വീഴ്ചയെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഒരു ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഷോയിലെ എല്ലാവരും അത് തീർന്നത് ഇന്നലെ വെളുപ്പിനാണ്. അപ്പോൾ അതുവരെ ഈ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ല. പക്ഷേ ഇതൊന്നും എക്സ്ക്യൂസ് അല്ല. റിപ്പോർട്ടിനെ കുറിച്ചുള്ള പ്രതികരണം വൈകി എന്ന് തുറന്ന് സമ്മതിക്കാൻ അമ്മയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ബാധ്യസ്ഥനാണ്. ആദ്യമേ ഞാൻ പൊതുസമൂഹത്തോട് ക്ഷമ ചോദിച്ചു. ഹേമ കമ്മിറ്റി ഫൈൻഡിങ്സ് അതിനി വ്യക്തിപരമായ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനെക്കുറിച്ചെല്ലാം തന്നെ സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതാണ്. അതിൽ നിന്നും അമ്മയ്ക്കോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ ചേംബറിനോ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. നമ്മുടെ പേര് വന്നിട്ടുണ്ടോ, നമ്മുടെ പേര് പറഞ്ഞിട്ടില്ല എന്ന് കരുതി നമ്മൾ ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷം. അമ്മയുടെ പക്ഷവും അത് തന്നെയാണ്. അമ്മ എന്ന സംഘടനയും വാദിക്കുന്നത് അത് തന്നെയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത് ശരിയല്ല. മറിച്ച് ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലും അത് അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്ന് ഇതിൽ കുറ്റക്കാരെ അവരെ മാതൃകാപരമായി ശിക്ഷിക്കണം എന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. അതിനോട് യോജിക്കുന്നില്ല. വീണ്ടും മൊഴി കൊടുക്കണമെന്ന് പറയുന്നത് അവരെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണ്. മൊഴി കൊടുത്തിട്ടുണ്ട്, അവർ ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു. ആ മൊഴി മാറ്റി പറയാൻ അവർ സന്നദ്ധരല്ലെങ്കിൽ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം. അമ്മയിൽ ഇതേപോലെ വർക്ക് ചെയ്യുമ്പോൾ ഇന്ന രീതിയിൽ നടന്നു എന്ന് പറയുമ്പോൾ പല തൊഴിലിടത്തും ഇത് ഇങ്ങനെയൊക്കെ നടക്കുന്നില്ലേ എന്ന ചോദ്യം അത് അപ്രസക്തമാണ്. അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന പക്ഷക്കാരനാണ് ഞാനിവിടെ സംസാരിക്കുമ്പോൾ അമ്മയിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ മലയാളം സിനിമാ വ്യവസായത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് എല്ലായിടത്തും നടക്കുന്നില്ലേ എന്ന ചോദ്യം അത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സിനിമാ വ്യവസായത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതല്ലാതെ എല്ലായിടത്തും ഇത് നടക്കുന്നില്ലേ, ഇതിനൊരു പൊതുവൽക്കരണം കൊണ്ടുവരുന്നത് ശരിയല്ല. അത് അവിടെയൊക്കെ നടക്കുന്നു, ആ വ്യവസായത്തിൽ നടക്കുന്നു, ഓഫീസുകളിൽ നടക്കുന്നു, മാധ്യമങ്ങളിൽ നടക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. നമ്മൾ സംസാരിക്കേണ്ടത്, ഞാൻ സംസാരിക്കേണ്ടത് അമ്മയ്ക്ക് വേണ്ടി, ഇൻഡസ്ട്രിക്ക് വേണ്ടിയാണ്. ഇൻഡസ്ട്രിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ തൊഴിലിടത്ത് അമ്മ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആര് ആരോപണം ഉന്നയിച്ചാലും അതിന് ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് ആവശ്യം തന്നെയാണ്. യാതൊരു സംശയമില്ല. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പാടില്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇത് ആലങ്കാരികമായിട്ടുള്ള ഒരു പദമാണ്. പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ അത് ആലങ്കാരികമായിട്ടുള്ള ഒരു പദമാണ്. പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻഷ്യൽ ഗ്രൂപ്പ് എന്നൊക്കെ ആയിരിക്കാം ഉദ്ദേശിച്ചിട്ടുള്ളത്, ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റിസ് ഹേമ എന്ന് പറയുമ്പോൾ അവർ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരുന്ന ഒരു വനിതയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പവർ ഗ്രൂപ്പ് എന്നുള്ള ആലങ്കാരികമായിട്ടുള്ള ഒരു പദമായിട്ട് കണക്കാക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇതുവരെ ഇല്ലാത്തൊരു പദമാണ് പവർ ഗ്രൂപ്പ്. ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വന്ന് ഇൻഫ്ലുവൻഷ്യൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ വ്യവസായത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ള പ്രബലമായ ശക്തന്മാരുടെ ഒരു ഗ്രൂപ്പ്, ആധിപത്യം എന്നായിരിക്കും ഉദ്ദേശിച്ചത്. 5 കൊല്ലം മുമ്പ് നടന്നാലും 10 കൊല്ലം മുമ്പ് നടന്നിരുന്നാലും അട്രോസിറ്റീസ്, ലൈംഗികമായ ചൂഷണം അതൊരിക്കലും സ്വാഗതം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമല്ല. അതിന് നിയമ നടപടികൾ വരണം. ഇത് അമ്മ എന്ന് പറയുന്ന ഈ മെമ്പേഴ്സ് ഇനിയിപ്പോൾ ആരോപണങ്ങൾ ആർക്കെങ്കിലും നേരെ വന്നിട്ടുണ്ടെങ്കിൽ അവർ അഗ്നിശുദ്ധി തെളിയിക്കട്ടെ. വളരെ കൃത്യമായിട്ടും സ്പഷ്ടമായിട്ടും അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ കഴിയുന്നത് വേറൊന്നും കൊണ്ടല്ല, ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ തൻ്റെ നേരെ കൈ ചൂണ്ടാനായിട്ട് ആരും വരില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഇങ്ങനെ പറയാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ മടിയിൽ കനമുള്ളവനല്ലേ ഭയക്കേണ്ട ആവശ്യമുള്ളൂ, അദ്ദേഹത്തിന് അതില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇങ്ങനെ സംസാരിക്കാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് എടുത്തിട്ടാണ് സംസാരിക്കുന്നത്, അല്ലാതെ വേറെയുള്ള പലരെയും പോലെ സ്ക്രിപ്റ്റ് പഠിച്ചു വന്നിട്ട് ഇവിടെ വന്നിരുന്ന് പറയുകയല്ല ചെയ്യുന്നത്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് തന്നെ അമ്മയ്ക്കോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒറ്റപ്പെട്ട സംഭവമാണെങ്കിലും നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് സിദ്ദിഖിന് ഈ ഒരു ആർജവം ഇല്ലാത്തത്? സിദ്ദിഖ് ആരെയാണ് സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നത്? അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇരകളുടെ പേര് മറച്ചു വെക്കണം എന്നാണല്ലോ പൊതു നിയമം. എന്തുകൊണ്ടാണ് വേട്ടക്കാരുടെ പേര് ഇവിടെ ഒളിച്ചു വെച്ചിരിക്കുന്നത്?
സർക്കാർ എന്തിനു വേണ്ടിയാണ് വേട്ടക്കാരുടെ പേര് ഒളിച്ചു വെച്ചത്? ഭയങ്കര സ്ത്രീപക്ഷ സർക്കാരാണെന്നാണല്ലോ പറയുന്നത്. എന്തുകൊണ്ടാണ് വേട്ടക്കാർക്കെതിരെ നിങ്ങൾ കേസ് എടുക്കാത്തത്? എന്തിനാണ് പരാതി കിട്ടുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്? നിർഭയ കേസിലും സൗമ്യ കേസിലും ഒക്കെ പരാതി തന്നിട്ടാണോ നിങ്ങൾ കേസ് എടുത്തിട്ടുള്ളത്? എന്തിന് റീസെന്റ് നടന്നിട്ടുള്ള കൊൽക്കത്ത കേസിൽ ആ മരിച്ച കുട്ടി വന്ന് പരാതി തന്നിട്ടാണോ നിങ്ങൾ കേസ് എടുത്തിട്ടുള്ളത്? അത് അവരുടെ പാരന്റ്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ആരെങ്കിലും പരാതി തന്നിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ കേസ് എടുക്കാത്തത്? അതോ ഈ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന കുട്ടികൾ മരിച്ചാൽ മാത്രമേ നിങ്ങൾ കേസ് എടുക്കത്തുള്ളൂ? അതല്ല ഞാൻ ആലോചിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കുറെ പൊളിറ്റീഷ്യൻസ്മാരുണ്ടായിരുന്നില്ലേ? നമുക്കൊരു പ്രതിപക്ഷം ഉണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ചുമ്മാ തുമ്മിയാ തെറിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ സമരങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു ഇവര്. പക്ഷെ ഇവരൊന്നും ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ? എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അമ്മയുടെ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നില്ല? അവിടെ പോയി ഒരു കൊടിയെങ്കിലും വെക്കാമായിരുന്നില്ലേ ഇവർക്ക്? ഇന്നലെ കുറെ ഫിലിംസ് ഒക്കെ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അവിടെ പോയി 2 സിന്ദാബാദ് വിളിക്കായിരുന്നില്ലേ ഇവർക്ക്? എന്താണ് ഇവർ ചെയ്യാത്തത്? ഇനിയെങ്കിലും ഇവർ തമ്മിലുള്ള അന്തർധാര എത്രമാത്രം വലുതാണെന്നുള്ളത് പൊട്ടന്മാരായ ജനങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ സിദ്ദിഖിന്റെ പ്രതികരണത്തിനായിട്ട് കുറെ ഡേയ്സ് ആയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നല്ലോ. കാരണം പഠിക്കാൻ പോയിട്ട് കുറെ ദിവസമായല്ലോ. അപ്പൊ ഇപ്പൊ പഠിച്ചു വന്നതിന് ശേഷം അദ്ദേഹം എന്താണ് പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. കാര്യമായിട്ടൊന്നും പറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടും ഇല്ല. അപ്പൊ സിദ്ദിഖ് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് സിദ്ദിഖിന്റെ അടുത്തിരുന്നിട്ടുള്ള ജോമോളെയും അനന്യയുമായിരുന്നു. ജോമോൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? എന്തെങ്കിലും ഫിലിമിന്റെ പ്രൊമോഷൻ വന്നതാണെന്നാണോ? ഫുൾ ടൈം അവിടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. വിവരമില്ല എന്നുള്ളത് ജോമോള് വാ തുറന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. എനിക്ക് ഞാൻ എത്ര കാലമായി സിനിമയിലുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇന്നേ വരെ എനിക്ക് എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ ഒരാൾ പോലും മോശമായിട്ട് സംസാരിക്കുകയോ നിങ്ങൾ പറയുന്ന പോലെ ഈ കഥയിൽ വന്ന് തട്ടുകയോ അല്ലെങ്കിൽ കൂടെ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് തരുള്ളൂ എന്നൊന്നും പറഞ്ഞില്ല. അപ്പം ആരോ നേരത്തെ പറയുന്നത് കേട്ടു, ഈ ഒരു പ്രമുഖ നടിയെ ഒരുപാട് കാലം സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്, ചാൻസുകൾ കൊടുത്തില്ല. ഒരു സമയത്ത് എനിക്കും അവാർഡ് കിട്ടിയിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ അഭിനയിക്കുന്നില്ല. അത് ആളുകള് അവർക്ക് ഞാൻ ജോമോളുടെ ചോയ്സ് ആയിരുന്നു. ഇത് അങ്ങനെയല്ലേ? ഇത് പാർവതി വളരെ കത്തി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അപ്രത്യക്ഷ വളരെ ആക്റ്റീവാണ്. പക്ഷെ അവരിപ്പോ അവരഭിനയിച്ചിട്ട് അതിപ്പോ എത്ര കാലത്തിന് ശേഷമാണ്? നമ്മളൊരു ഡയറക്ടറുടെയോ അല്ലെങ്കിൽ ഒരു അടക്കം അത് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഡയറക്ടറുടെയോ അല്ലെങ്കിൽ ഒരു റൈറ്ററുടെയോ ക്രിയേറ്റിവിറ്റിയെ നമുക്ക് ചോദ്യം അനുഭവം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ആർക്കും അവസരം ലഭിക്കാതിരുന്നിട്ടില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ജോമോൾ ഇപ്പോൾ പറഞ്ഞത്. എനിക്ക് അനുഭവമില്ലെന്ന്. എനിക്കെന്നല്ലോ പറയുന്നത്. അതൊരു ഇൻഡസ്ട്രിയെ പ്രതികരിച്ചുകൊണ്ടേ പറയാം. ജോമോൾ പറയുന്നത് വെച്ച് നോക്കിയാൽ എന്നെ ആരും റേപ്പ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഈ ലോകത്ത് റേപ്പേ നടക്കുന്നില്ല എന്നൊരു മട്ടാണ്. നമുക്കൊരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് വെച്ചാൽ മറ്റാർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നല്ല ജോമോൾ. വേറെ ആർക്കെങ്കിലും മോശമായിട്ടൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യണം. അല്ലാതെ സ്വന്തം കാര്യം സിന്ദാബാദം എന്ന് പറഞ്ഞ് നടക്കുകയല്ല വേണ്ടത്. നിങ്ങളുടെ വാതിൽ ആരെങ്കിലും മുട്ടിയോ ഇല്ലയോ എന്ന് ഡിസ്കസ് ചെയ്യാനല്ല ഇന്ന് നിങ്ങൾ അവിടെ വന്നിരിക്കുന്നത്. എന്തിനാണ് അവിടെ വന്നിരിക്കുന്നതെന്ന് പോലും അറിയാത്ത ആളുകളെയും കൊണ്ടാണ് അമ്മ വന്നിരിക്കുന്നത്. കഷ്ടമല്ലാതെ എന്ത് പറയാനാണ്? സുഹൃത്തെ, ഞങ്ങളുടെ സംഘടനയിൽ പരാതി കിട്ടിയാലേ ഞങ്ങൾ അറിയുള്ളൂ. അതുപോലെ തന്നെ ജയൻചേട്ടൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. പരാതി കിട്ടിയാലല്ലേ നടപടി എടുക്കാൻ പറ്റുള്ളൂ എന്ന്. ആകെ ഒരു പരാതിയാണ് ലഭിച്ചിട്ടുള്ളത്. അതെന്തോ അബദ്ധം പറ്റിയതാണെന്നാണ് നമ്മുടെ ജയൻചേട്ടൻ പറയുന്നത്. ജയൻചേട്ടന്റെ വീട്ടിലൊരു റേപ്പ് നടന്ന ചേട്ടൻ അതിന് അബദ്ധം പറ്റിയതാണെന്ന് പറയാൻ പറ്റുമോ? 2006 എങ്ങാനും കൊടുത്തിട്ടുള്ള ഒരു പരാതിയാണ്. ഇത്രയും വർഷമായിട്ടും അത് അഡ്രസ് ചെയ്തിട്ടില്ല. അതിനെ അബദ്ധം പറ്റിയെന്നല്ല പറയുന്നത്, അതിനെ പൂഴ്ത്തിവെച്ചു എന്നാണ് പറയേണ്ടത്. എന്തായാലും നല്ല ആൾക്കാരെയാണ് അമ്മയുടെ തലപ്പത്ത് ഇരുത്തിയിരിക്കുന്നത്. ഇവിടെ നീതി നഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അമ്മയ്ക്കോ അല്ലെങ്കിൽ സർക്കാരിനോ ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.